ആരാത്? ആരാടത്? ആരാ? എനിക്കറിയാൻ പാടില്ലട്ടാ. ആരാണ്? സ്ത്രീയാണല്ലോ. ആണല്ലേ? ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ ചേച്ചി? ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്. ഇന്നൊന്നുമില്ല, മറ്റന്നാൾ. എടാ അത് മറ്റന്നല്ലേ? അത് മറ്റന്നാണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയായിരുന്നു. എടാ എന്താണ് ചാവച്ച് എന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. നമ്മൾ വിശ്വസിച്ചു ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടോ. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോടെടുക്കണേ എന്തൊരു കഷ്ടമാണ്. രാജസ്ഥാനിലെ രാജാവാ. രാര പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാൻ ഈ കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടും. അതൊന്നും ശരിയാണ്. എന്താണ് ആശാനെ? കെട്ടാമ പെണ്ണല്ലേ ആശാൻ? അങ്ങോട്ട് തട്ടി വിളി ആശാൻ. ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്റ്റിനോ അതിപ്പോ പറഞ്ഞോളൂ. കുട്ടി പറഞ്ഞോളൂ. ജാഫറെ പണത്തിനായിട്ട് എങ്ങനെയാണ്? ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചപ്പോഴും എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര്? ഷിബ ബേബി. ബേബി? ബേബി അതാണ് എന്റെ ഡാഡി. റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ. ബാക്കിയുള്ളവർ വാ. പോരട്ടെ, come on. ജാഫറെ അവിടേക്ക്. ജാഫറെ എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട, ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്റെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞാ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവൂട്ടാ. എടാ, അവിടെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ? പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയ്ക്ക് സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക.
പോട്ടെ ജാഫ്രെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ അയ്യോ, ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തയെ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി ഹലോ ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററാ പീറ്റർ മനസ്സിലായടാ. എടാ എന്റെ വണ്ടി മൊത്തം പോയടാ. അമ്മമാർ സ്ഥലമോ നല്ലടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടു. ചേട്ടാ എന്നാ ഹെൽമറ്റ് താക്കോല്. ചേട്ടാ ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ട ചേട്ടാ സൂചേട്ടാ കുഞ്ഞായി വരണല്ലോ തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാള് വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പാണ് അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിയാണ് ഞാനിരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദില് മാത്രമേ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ. ചേട്ടാ കരയല്ലേ? സൂചേട്ടാ കരയല്ലേ? ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയാണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയുന്നത്. ചേട്ടാ എഴുന്നേറ്റെ. സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. വാ വാ. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം വണ്ടി. ആ